ഒരു കലാകാരൻ കൂടിയായിരുന്നു സലീംകുമാർ ചേട്ടാ. സലീംകുമാറിൻ്റെ വിയോഗം വലിയ വേദന ഉണ്ടാക്കുന്നത് തന്നെയാണല്ലോ. വളരെ വേദന ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ വർഷങ്ങളായിട്ടുള്ളൊരു ബന്ധമാണ്. ഞാൻ സിനിമയിലൊരു പ്രൊഡക്ഷൻ കൺട്രോളാണ്. എൻ്റെ അഞ്ചര കല്യാണം എന്ന സിനിമയിൽ പുള്ളി ചെയ്ത വന്ന സമയത്തായിരുന്നു. പക്ഷേ നമ്മൾ പോലും ഒരു വേദന, നമുക്ക് വളരെയധികം ദുഃഖം ഉണ്ടായ ഒരു വേർപാട്. അതിനകത്ത് ഞാൻ അഗാധമായി ദുഃഖം രേഖപ്പെടുത്തുന്നു. ഓക്കെ, അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഓരോരുത്തരോട് സംസാരിക്കുമ്പോൾ അവർക്ക് വലിയ വേദന ഉണ്ടാക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവരൊക്കെയും പറയുന്നത്. ഏതായാലും അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഈ ഒരു ഇങ്ങോട്ടേക്ക് എത്തിക്കും. അതിനുശേഷമായിരിക്കും പിന്നീട് പൊതുദർശനം കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ലാഫിംഗ് വില്ല എന്ന വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക. ഈ സലീംകുമാറിൻ്റെ വിയോഗം വലിയൊരു ദുഃഖം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. അതെ അതെ, സലീംകുമാർ പറ്റിയത് ഭയങ്കര ദുഃഖം ഇതുണ്ട്. വീട്ടുകാരനാണോ? അതെ അതെ, പറവൂരുകാരൻ തന്നെയാണ്. പുള്ളിയുടെ വീടിൻ്റെ അടുത്താണോ? അതെ അതെ അതെ, അടുത്തത്. അദ്ദേഹത്തെ എങ്ങനെ പേഴ്സണലി അടുത്തറിയാവുന്ന ആളാണ്? എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. അങ്ങനെ പിന്നെ ആരാധകരും ഇതൊക്കെയാണ്. വലിയൊരു ദുഃഖമുണ്ട്, ഭയങ്കര ദുഃഖം. സിനിമ അദ്ദേഹം ചെയ്തു വെച്ച ഓരോ കഥാപാത്രങ്ങളും മലയാളികൾ അത്ര പെട്ടെന്നൊന്നും മറക്കുന്ന കഥാപാത്രങ്ങളല്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഓരോ കഥാപാത്രങ്ങളും മലയാളിയുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങളായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, അതായത് കോമഡി കഥാപാത്രങ്ങൾ ചെയ്ത് വന്നിരുന്ന സലീംകുമാർ പിന്നീടാണ് ഈ ആദാമിൻ്റെ മകൻ അബു, അതോടൊപ്പം തന്നെ അച്ഛനുറങ്ങാത്ത വീട് പോലെയുള്ള സിനിമകളിലേക്ക് അദ്ദേഹം വരുന്നത്. അവിടെയൊക്കെയും അദ്ദേഹത്തിൻ്റെ ഒരു വേഷപ്പകർച്ച നമ്മൾ കണ്ടതാണ്. വേഷപ്പകർച്ച അദ്ദേഹത്തിൻ്റെ വലിയൊരു മാറ്റം, അതായത് ഒരു കോമഡി കഥാപാത്രം മാത്രം ചെയ്യുന്ന ഒരു നടനിൽ നിന്ന് മികച്ച സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യുന്ന ഒരു നടനെ നമ്മൾ കണ്ടുന്നു. 2005 അച്ഛനുറങ്ങാത്ത വീട് എന്ന ചിത്രത്തിലെ മികച്ച അഭിനയത്തിനാണ് അദ്ദേഹത്തിന് സംസ്ഥാനത്തെ രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാനത്തിന് പുരസ്കാരം, അദ്ദേഹം സത്യൻ പുരസ്കാരം ലഭിച്ചത്. 2010 ആദാമിൻ്റെ മകൻ അബു എന്ന ചിത്രത്തിലെ മികച്ച അഭിനയത്തിന് അദ്ദേഹത്തെ തേടി ദേശീയ പുരസ്കാരം വന്നു. അതോടൊപ്പം തന്നെ കേരള പുരസ്കാരം, സംസ്ഥാനത്തിൻ്റെ അവാർഡും അദ്ദേഹത്തെ, മികച്ച നടനുള്ള പുരസ്കാരവും അദ്ദേഹത്തെ തേടിയെത്തി. 2013 അയാളും ഞാനും തമ്മിൽ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച കൊമേഡിയനുള്ള കേരള സംസ്ഥാന സർക്കാരിൻ്റെ പുരസ്കാരം ലഭിച്ചു. 2013 പരീതിൻ്റെ പരിഭവങ്ങൾ എന്ന ടെലിഫിലിമിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള കേരള ടെലിവിഷൻ പുരസ്കാരം അദ്ദേഹത്തിനെ തേടിയെത്തുന്നത്. 2017 സലീംകുമാർ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത കറുത്ത ജൂതൻ എന്ന ചിത്രത്തിലെ മികച്ച കഥയ്ക്കുള്ള കേരള സംസ്ഥാന പുരസ്കാരം അദ്ദേഹത്തെ ലഭിച്ചു. അങ്ങനെ വേണ്ട നിരവധി പുരസ്കാരങ്ങൾ അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. അപ്പോഴും ഈ പറയുന്നത് പോലെ തന്നെ മികച്ച ഒരു നടനായി മാറുമ്പോൾ, അല്ലെങ്കിൽ സിനിമയിൽ വളരെ വലിയ സജീവമായി നിൽക്കുമ്പോഴും തൻ്റെ നാട്ടിലെത്തിയാൽ തൻ്റെ നാട്ടുകാരോടൊപ്പം, തൻ്റെ നാട്ടുകാരോട് കൂടെ തന്നെ പ്രവർത്തിച്ചാൽ, അല്ലെങ്കിൽ അവരുടെ തോളോട് ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനായിരുന്നു സലീംകുമാർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇവിടുത്തെ നാട്ടുകാർക്കിടയിൽ വളരെ സുപരിചിതനായിരുന്നു. പക്ഷേ അപ്പോഴും മറ്റൊരു കാര്യം, അദ്ദേഹത്തിന് പറയാനുള്ള നിലപാടുകൾ, അദ്ദേഹത്തിന് പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി തന്നെ ആളുകളോട്, അല്ലെങ്കിൽ പറയേണ്ടവരോട് പറയുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി രാഷ്ട്രീയത്തിലുമൊക്കെ അദ്ദേഹം സജീവമായിരുന്നു. കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തി കൂടിയായിരുന്നു സലീംകുമാർ. പല നഷ്ടങ്ങളും അതിൽ തനിക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും വകവയ്ക്കാതെ തൻ്റെ നിലപാട് എന്താണോ, തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്താണോ, അത് അതേപോലെ തന്നെ ഉറച്ച നിലപാടായി പറയുന്ന ഒരു മനുഷ്യൻ കൂടിയായിരുന്നു. അതിന് അദ്ദേഹത്തെ ഈ പറയുന്ന പോലെ തന്നെ അദ്ദേഹത്തിന് പല നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും അദ്ദേഹം ഒരിക്കൽ പോലും കാര്യമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിന്നിരുന്ന, തന്നോടൊപ്പം ചേർന്ന് നിന്ന ആളുകളെ ചേർത്ത് പിടിച്ചിരുന്ന, ഇവിടുത്തെ ആളുകൾക്കിടയിൽ താൻ ഇവിടത്തുകാരനാണ് എന്ന് ഉറക്കെ പറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനാണ് ഇപ്പോൾ നമ്മളിൽ നിന്ന് വിട പറയുന്നത്. വലിയ ദുഃഖവും വേദനയും ഒക്കെ ഉണ്ട് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. ഒരിക്കലും അത് ഈ പറയുന്നത് പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗം അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. അപ്പോഴും അദ്ദേഹം ഈ പറയുന്നത് പോലെ തന്നെ മലയാളികളിൽ നിന്ന് ഒരിക്കലും അദ്ദേഹം മരിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്കിന്ന് പറയാൻ കഴിയുക. ഏതായാലും അല്പസമയത്തിനകം തന്നെ അദ്ദേഹത്തിൻ്റെ മൃതദേഹം ഈ ഒരു സ്ഥലത്തേക്ക് എത്തിക്കും. ഈ പറവൂർ ടൗൺ ഹാളിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കൊണ്ടുവരിക. ഇവിടെയാണ് പൊതുദർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. ഏതാണ്ട് 12:30 മണി വരെ ഇവിടെ പൊതുദർശനം തുടരുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ പറവൂരിലെ വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം സലീംകുമാറിൻ്റെ വിയോഗം വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന ഒന്നാണ് മലയാളികളെ സംബന്ധിച്ചിടത്തോളം. ഏതായാലും ഇപ്പോൾ പൊതുദർശനം
പൊതുദർശനത്തിലുള്ള സജ്ജീകരണങ്ങളാണ് ഇവിടെ ഒരുക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മൃതദേഹം അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തിക്കും. അതിനുശേഷം പറവൂരിലെ അദ്ദേഹത്തിൻ്റെ ലാഫിംഗ് വില്ല എന്ന വീട്ടിൽ മതപരമായ ചടങ്ങുകളൊന്നും തന്നെ ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കും. നിലവിൽ ലഭ്യമാകുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഏതാണ്ട് ഒരു 3:30 ഭൗതിക അദ്ദേഹം വീട്ടിലേക്ക് എത്തിക്കുക, അവിടെ സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുക. ഇപ്പോൾ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആളുകളൊക്കെയും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പറവൂർ ടൗൺ ഹാളിലേക്ക്. ഇവിടെ അതിനുവേണ്ട ക്രമീകരണങ്ങളാണ് ഒരുക്കുന്നത്. ആളുകൾ ഒരുപാട് എത്തിക്കഴിഞ്ഞാൽ അതിന് നിയന്ത്രിക്കാൻ വേണ്ട സംവിധാനങ്ങളൊക്കെയും ഒരുക്കുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് പറയാൻ കഴിയുക. ഹർഷൻ, എന്തായാലും വലിയ നഷ്ടമാണ് മലയാള സിനിമയ്ക്ക് ഉണ്ടായിരിക്കുന്നത്. സലീം കുമാർ വിടവാങ്ങിയിരിക്കുന്നു. അല്പസമയത്തിനകം അദ്ദേഹത്തിൻ്റെ മൃതദേഹം പറവൂരിലെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിനായി എത്തിക്കും. ധാരാളം ചലച്ചിത്ര പ്രവർത്തകർ ഈ ഘട്ടത്തിൽ തന്നെ പറവൂരിലെ ടൗൺ ഹാളിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. ചലച്ചിത്ര പ്രവർത്തകർ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ടാണ് ഈ പൊതുദർശനത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ അവിടെ പൂർത്തിയാക്കുന്നത്. നമുക്ക് നേരത്തെ തന്നെ ഇന്നലെ മുതൽ നമ്മൾ ആശുപത്രിയിൽ നിന്ന് തന്നെ നമ്മൾ കാണുന്നതാണ്. അത്രയധികം ചലച്ചിത്ര പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒക്കെ അവിടെ ഒത്തുചേരുന്നത്. നേരത്തെ റഹീം സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാട് ആവർത്തിച്ച് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോയ ഒരു വ്യക്തിത്വമാണ് സലീം കുമാറിൻ്റേത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ രംഗത്തുള്ള പ്രമുഖർ ധാരാളം പേരെത്തിയിരിക്കുന്നു. മുഖ്യമന്ത്രി തന്നെ നേരത്തെ വിശദീകരിച്ചിരുന്നു, അദ്ദേഹത്തിൻ്റെ ഓരോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകളുടെയും ഉദ്ഘാടനം ഒരു അവകാശം പോലെ നടത്തിക്കൊണ്ടിരുന്നത് സലീം കുമാറാണ്. സലീം കുമാർ എല്ലാ കാലത്തും ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അടിയുറച്ച് നിന്നിരുന്നത്. അദ്ദേഹം കെ കരുണാകരൻ്റെ അടുത്ത ഒരു അനുയായിയായിരുന്നു. പക്ഷേ കെ കരുണാകരൻ കോൺഗ്രസ് വിട്ടപ്പോൾ കോൺഗ്രസിനോടുള്ള സലീം കുമാറിൻ്റെ സമീപനത്തിൽ മാറ്റമുണ്ടായിരുന്നില്ല. കോൺഗ്രസിനൊപ്പം തന്നെ അടിയുറച്ച് നിൽക്കുകയായിരുന്നു സലീം കുമാർ ആ ഘട്ടത്തിലും ചെയ്തത്. തുടർച്ചയായി 45 ദിവസം വരെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ തന്നെയാണ്. ആ നിലയ്ക്ക് തന്നെ അദ്ദേഹത്തെ കാണേണ്ടതുണ്ട്. ഉറച്ച അഭിപ്രായങ്ങൾ കൃത്യമായി പറഞ്ഞിരുന്നു. ചലച്ചിത്ര അവാർഡുകളുമായി ബന്ധപ്പെട്ട് IFFKയുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ആവർത്തിച്ച് പറഞ്ഞിരുന്നു. ഈ പുതിയ സർക്കാർ വന്ന സാഹചര്യത്തിൽ ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ സ്ഥാനത്തെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ താല്പര്യം കൂടി ആരാഞ്ഞിരുന്നു സർക്കാർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല അദ്ദേഹത്തിന് ഇതിൽ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം ആലോചിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അതിനെ അദ്ദേഹം അതിനെ ഒഴിവാക്കുകയാണ് ചെയ്തത്, അത്തരം ഒരു ആലോചനയെ തന്നെ എന്നാണ് മനസ്സിലാക്കുക. അദ്ദേഹം ആ സ്ഥാനം അത്തരം സ്ഥാനങ്ങൾ തേടി വന്നാൽ ഏറ്റെടുക്കില്ലെന്ന് മുമ്പേ സലീം കുമാർ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഏറെ സജീവമായ രോഗാവസ്ഥയിലും ഏറെ സജീവമായ വ്യക്തിത്വമായിരുന്നു അദ്ദേഹത്തിൻ്റെ. ഈ തെരഞ്ഞെടുപ്പ് കാലയളവിലും വളരെ സജീവമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിലുണ്ടായിരുന്നു. തൊട്ടടുത്ത ദിവസങ്ങളിൽ ഈ പൊതുപരിപാടികളിൽ തുടർച്ചയായി അദ്ദേഹം പങ്കെടുത്തുകൊണ്ടും ഇരുന്നതാണ്. അദ്ദേഹത്തിന് നേരത്തെ ലിവർ മാറ്റിവെച്ചിട്ടുണ്ട് മുമ്പ്. അതിനുശേഷം അദ്ദേഹം ആ രോഗാവസ്ഥയൊക്കെ അതിജീവിച്ച് വളരെ മുന്നോട്ട് വന്നതാണ്. വീണ്ടും സിനിമകളിൽ സജീവമായതാണ്. അതിനുശേഷം അദ്ദേഹത്തിന് കിഡ്നി സംബന്ധമായ രോഗവും ആരംഭിച്ചു. ഡയാലിസിസൊക്കെ ആരംഭിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് ശ്വാസതടസ്സവും പിന്നീട് ഹൃദയാഘാതവും ഉണ്ടായത് അമൃത ആശുപത്രിയിൽ വെച്ച്. അങ്ങനെയാണ് അദ്ദേഹം ജീവിതത്തോട് വിടവാങ്ങുന്നത്.